ഇന്ന് എൻ്റെ വീടിൻ്റെ മുന്നിൽ കൂടെ ഉള്ള റോഡിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനുള്ള ഒരു വീഡിയോ ആണേ. ഇത് എൻ്റെ വീടിൻ്റെ മുന്നിൽ കൂടെ പോകുന്നൊരു പഞ്ചായത്ത് റോഡാണ്. ഈ PWD റോഡിൽ നിന്ന് വരുന്ന പഞ്ചായത്ത് റോഡ്. ഇത് ഞങ്ങൾ ഈ വസ്തു വാങ്ങിയിട്ട് 16 കൊല്ലമായി. അന്നും ഇത് കോൺക്രീറ്റ് റോഡായിരുന്നു. അന്ന് പക്ഷേ ചെറുതായിട്ട് പൊളിഞ്ഞൊക്കെ കിടക്കുമായിരുന്നു. 2014 അവസാനമാണോ 2015 ആദ്യമാണോ ഈ റോഡ് നന്നാക്കി എന്ന് പറഞ്ഞാൽ അവിടെ കിടന്ന പൊട്ടിയ സ്ലാബുകളെല്ലാം മാറ്റി നല്ല കനത്തിൽ കട്ടിയുള്ള സ്ലാബ്, വലിയ സ്ലാബ് അവിടെ ഇട്ട് വാർത്ത് എടുത്തതാണ്. പിന്നെ ഇടയ്ക്ക് ചെറിയ സ്ലാബും എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നടുക്കൂടെ ഒരു കാണ പോകുന്നുണ്ട്. ആ കാണ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നല്ല രീതിയിൽ കോൺക്രീറ്റ് ചെയ്തിട്ട റോഡാണ്. 10-11 കൊല്ലമായി. ഇവിടെ ഈ ചെറുതായിട്ടൊരു കുഴി കാണുന്നത് കോൺക്രീറ്റ് ഇളകിപ്പോയതല്ല, അതിനോട് ചേർന്നുള്ള വീട്ടുകാർ എന്തോ വാട്ടർ കണക്ഷനോ എന്തിനോ വേണ്ടി കുഴിച്ചിട്ട് വഴിപ്പണി ഉണ്ടെന്ന് പറഞ്ഞവർ മൂടാതെ ഇട്ടിരുന്നതാണ്. അങ്ങനെ എന്തായാലും ഈ റോഡ് നന്നാക്കി നല്ല രീതിയിൽ മെയിൻ്റനൻസ് ചെയ്ത് നിർത്താവുന്ന ഒരു റോഡായിരുന്നു. ചെറിയ ചിലവിൽ മെയിൻ്റനൻസ് ചെയ്ത് റെഡിയാക്കാവുന്ന ഒരു നല്ല കോൺക്രീറ്റ് റോഡ്, അത്രയും ബലത്തിൽ കിടക്കുന്ന കോൺക്രീറ്റ് റോഡ്. ഇഷ്ടംപോലെ നിസാൻ ഈ വഴിയിൽ കൂടെ വരുന്നതുകൊണ്ട് ഇവിടെ എല്ലാ വീട് പണിക്കും നിസാൻ വന്ന് സാധനങ്ങൾ അടിക്കുന്ന വലിയ ലോറി അടക്കം ഈ വഴിയിൽ കൂടെ കയറി വരാറുണ്ട്. ഇത് ഞങ്ങളുടെ വീടിൻ്റെ ആ വഴിയിലുള്ള ഒരു പഞ്ചായത്ത് കിണറാണ്. അത് സംരക്ഷിച്ചേക്കുന്ന രീതിയെപ്പറ്റി അത് മറ്റൊരു വീഡിയോ ഞാൻ ഇടാം. അങ്ങനെ ഇരിക്കെ ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷന് കുറച്ച് ദിവസം മുമ്പ് മെമ്പർ അറിയിക്കുകയാണ് അടുത്ത ദിവസം മുതൽ വഴിയുടെ പണി തുടങ്ങാൻ പോവുകയാണെന്ന്. അങ്ങനെ അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് ഈ വഴിയിൽ പണിതിട്ടിരിക്കുന്ന കോൺക്രീറ്റ് സ്ലാബുകൾ, ആ വലിയ സ്ലാബുകൾ മൊത്തം തല്ലിപ്പൊട്ടിച്ച് കളഞ്ഞിട്ട് പകരം ചെറിയ ചെറിയ സ്ലാബുകൾ അവിടെ ഇട്ട് കാണാൻ മൂടാൻ പോവുകയാണ്. എന്നിട്ട് അതിൻ്റെ അപ്പുറവും ഇപ്പുറവും ഇൻ്റർലോക്ക് ബ്രിക്സ് വിരിച്ച് വഴി റെഡിയാക്കാൻ പോവുകയാണ്. വഴി പണിതിരിക്കുന്ന കോൺക്രീറ്റ് ഫുള്ള് കുത്തിപ്പൊട്ടിച്ച് കളയും. ആ വലിയ സ്ലാബുകൾ മൊത്തം കുത്തിപ്പൊട്ടിച്ചിട്ട് അവിടെ ഇൻ്റർലോക്ക് ബ്രിക്സ് വിരിക്കും. അപ്പം ഞാനും എൻ്റെ അയൽവാസികളും കൂടെ ചേർന്ന് അത് ചോദ്യം ചെയ്തു, അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ഇവിടം വരെ ഈ റോഡിന് ഒരു കുഴപ്പമില്ല. ഇവിടുന്ന് അങ്ങോട്ടാണ് ഈ റോഡ് കംപ്ലൈൻ്റ് ആയി കിടക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് നല്ല രീതിയിൽ കംപ്ലൈൻ്റ് ആയി കിടക്കുക. അപ്പോഴാണ് അറിയുന്നത് ഈ പൊളിഞ്ഞു കിടക്കുന്ന ഏരിയയിലോട്ട് റോഡ് നന്നാക്കുന്നില്ല. കാര്യം അത് ഈ എസ്റ്റിമേറ്റിലില്ല, അത് പിന്നീട് ചെയ്യും. അപ്പോൾ ആ ഭാഗത്തോട്ടുള്ളവർ ചോദിച്ചു അതെന്താ അങ്ങനെ ചെയ്യുന്നത്? കാര്യം പൊളിഞ്ഞു കിടക്കുന്ന ഏരിയയിൽ ആദ്യം നന്നാക്കേണ്ടത്. അപ്പോൾ അതിനുള്ള ഫണ്ടില്ല. അതെന്താ ഫണ്ട് ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താൽ പോരെ, ഈ ഇൻ്റർലോക്ക് ബ്രിക്സ് വിരിക്കണ്ടല്ലോ, പകരം തുടക്കം മുതൽ അവസാനം വരെ കോൺക്രീറ്റ് ഇടുവാണെങ്കിൽ ആ ഫണ്ടിന് തന്നെ ഇത് മൊത്തം ചെയ്ത് തീർക്കാമല്ലോ എന്ന് പഞ്ചായത്തിൽ നിന്ന് വന്ന എൻജിനീയറോട് ഞങ്ങളെല്ലാവരും കൂടെ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഇതെല്ലാം കേട്ടിട്ട് പോയി. ഈ വഴിയുടെ കുറച്ച് ഭാഗം മണ്ണ് റോഡും പകുതി കോൺക്രീറ്റുമായിട്ട് കിടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് നേരത്തെ വഴിവീതി കുറവായിരുന്നു. ഇതിപ്പോൾ അപ്പുറത്തെ വീട്ടുകാർ സ്ഥലം വിട്ടുകൊടുത്ത് വഴിവീതി കൂടിയതാണ്. അതുകൊണ്ടാണ് അവിടെ മണ്ണ് റോഡായിട്ട് കിടക്കുന്നത്. അതിനുശേഷം ഇവിടെ കോൺക്രീറ്റ് ചെയ്തിട്ടില്ല. 2015 ശേഷമാണിത് സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ തൽക്കാലം റോഡ് പണി അവിടെ സ്റ്റോപ്പായി. ഇനി ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ട് റോഡ് പണി ചെയ്യുന്നുള്ളൂ എന്ന് മെമ്പർ തീരുമാനിക്കുന്നു. അങ്ങനെ കുറേ ആൾക്കാർ, ഇവിടെയുള്ള കുറച്ച് ആൾക്കാർ ഞങ്ങൾ വികസന വിരോധികളാണെന്നുള്ള ഒരു സംസാരം ഉണ്ടായി. എന്തൊക്കെയായാലും വഴിപ്പണി അവിടെ നിന്നു. ഈ കുഞ്ഞു സ്ലാബ് ഇട്ടേക്കുന്ന ഏരിയ ആണ് കഴിഞ്ഞ റോഡ് പണിയിൽ ആദ്യം പൊളിഞ്ഞു പോയത്. ഞങ്ങളാകെ പറഞ്ഞ ഓരോരോ കാര്യമെന്ന് പറഞ്ഞാൽ ഇത്രയും നല്ല രീതിയിൽ കിടക്കുന്ന കോൺക്രീറ്റ് റോഡിനെ തല്ലി പൊട്ടിച്ചിട്ട് ഇവിടെ ഈ ഇൻ്റർലോക്ക് ബ്രിക്സ് വിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇത് ശരിക്കും ഒരു അനാവശ്യ ചിലവല്ലേ എന്ന് ഞങ്ങൾ മെമ്പറോടും വന്ന എൻജിനീയർ അടുത്തും ചോദിച്ചു. ഈ കാണുന്ന ചെറിയ ചെറിയ സ്ലാബുകളാണ് ആ വലിയ സ്ലാബ് പൊട്ടിച്ചിട്ട് പകരം അവിടെ ഇടാനായിട്ട് പണിത് കൊണ്ടുവച്ചത്. ഇതൊക്കെ കണ്ടപ്പോഴാണ് ഞങ്ങൾ ഈ വഴിപ്പണിയെ എതിർത്തത്. അല്ലാതെ നമ്മൾ വികസനത്തിനൊന്നും എതിരൊന്നുമല്ല. ഇത്രയും നല്ല റോഡുകൾ തല്ലിപ്പൊട്ടിച്ചിട്ട് ആ കോൺക്രീറ്റ് മൊത്തം തല്ലിപ്പൊട്ടിച്ച് കളഞ്ഞ് ഇൻ്റർലോക്ക് വിരിക്കാനും ആ നല്ല സ്ലാബുകളെ നശിപ്പിച്ചിട്ട് ഈ ചെറിയ ചെറിയ സ്ലാബുകൾ ഇടേണ്ട ആവശ്യമുണ്ടോ? എന്തായാലും ഇലക്ഷനൊക്കെ കഴിഞ്ഞു. ആ മെമ്പർ തന്നെ ജയിച്ചു. ഈ നല്ല വഴി പണിത് തന്ന സമയത്തും ശ്രീ ബെന്നി ഫ്രാൻസിസ് തന്നെ ആയിരുന്നു മെമ്പർ. ഇപ്പോൾ ഇത് പൊട്ടിക്കാൻ ഇറങ്ങുന്നതും ശ്രീ ബെന്നി ഫ്രാൻസിസ് തന്നെ. അങ്ങനെ ഇലക്ഷൻ കഴിഞ്ഞ് പുതിയ ഭരണസമിതിയൊക്കെ വന്നതിന് ശേഷം അദ്ദേഹം വീണ്ടും വഴിപ്പണി തുടങ്ങാനായിട്ട് തീരുമാനിച്ച് ഞങ്ങളെ അറിയിക്കുന്നു. എന്തായാലും ആ വലിയ സ്ലാബുകൾ പൊട്ടിക്കുന്നില്ല എന്നൊരു തീരുമാനത്തിലെത്തി. പക്ഷേ ആ റോഡിലെ കോൺക്രീറ്റ് ഫുള്ള് പൊട്ടിച്ച് കളഞ്ഞിട്ട് ഇൻ്റർലോക്ക് വിരിക്കാനാണ് തീരുമാനം. ഈ കാണയൊക്കെ വൃത്തിയാക്കി കാണയുടെ ഹൈറ്റ് ഒന്ന് കൂട്ടും. പക്ഷേ ഹൈറ്റ് കൂട്ടിയിട്ട് കാര്യമില്ല. ഈ കാണയിൽ ഒരു തുള്ളി വെള്ളം ഒഴുകി പോണില്ല.
ഈ അഴുക്ക് വെള്ളം മൊത്തവും കെട്ടിക്കിടന്നിട്ട് വൈകുന്നേരം 4 മണി മുതൽ രാവിലെ വരെ കൊതുക. അപ്പം പകലേ ഒന്നും ഉറങ്ങാൻ പറ്റത്തുള്ളൂ. ആ ഒരു അവസ്ഥയിലാണ് ഞങ്ങളിവിടെ ജീവിക്കുന്നത്. എന്തായാലും യൂറോപ്യൻ മോഡൽ വികസനത്തിന് വേണ്ടി ഞങ്ങളുടെ നല്ല കോൺക്രീറ്റ് വഴി ആൾക്കാരെ നിർത്തി കുത്തി പൊട്ടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവരൊക്കെ വിചാരിക്കുന്നത് ഇവിടെ നടക്കട്ടെ. എന്ത് സ്ട്രോങ് ആയിട്ട് കിടക്കുന്ന കോൺക്രീറ്റ് വഴിയാണ് ഈ കുത്തിപ്പൊട്ടിച്ച് കളയുന്നതെന്ന് നോക്കണം. നമ്മളിത് പ്രകൃതിയിൽ നിന്ന് പൊട്ടിച്ചെടുക്കുന്നതാണ്. ഈ പാറയും എംസാൻഡും ഒക്കെ പ്രകൃതിയിൽ ഇതൊന്നും തന്നെ റീക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. ഇതുമാതിരിയുള്ള അനാവശ്യ പ്രവർത്തനങ്ങൾക്ക് സാങ്ഷൻ കൊടുക്കുന്ന ഉദ്യോഗസ്ഥരെ വേണം പറയാൻ. മെമ്പർമാരെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം 8,000 രൂപ ഹോണറേറിയത്തിനും 200 രൂപ സിറ്റിംഗ് ഫീക്കും വേണ്ടിയല്ല ഒരാളും മെമ്പറായിട്ട് വരുന്നത്. അതുകൊണ്ട് അവരെ ഒന്നും പറഞ്ഞിട്ട് കാര്യവുമില്ല. എന്തായാലും ഇതെല്ലാം പൊളിച്ച് കഴിഞ്ഞിട്ട് ഇനി ഇൻ്റർലോക്കിൻ്റെ റോഡ് വന്ന് ആ റോഡ് നന്നായി കിടക്കൂ. എന്ത് കട്ടിയിൽ കിടക്കുന്ന കോൺക്രീറ്റ് ആണെന്നറിയാവോ? ആരോട് പറയാം? നമുക്കൊന്നും ഇവിടെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ജനങ്ങൾ ആ ഒരു പക്ഷത്തോട്ടുള്ള ജനങ്ങളാണെങ്കിൽ നമ്മളൊന്നും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവത്തില്ല. അവരനുഭവിച്ചേ പഠിക്കത്തുള്ളൂ. അല്ലാതെ എന്തായാലും ഇൻ്റർലോക്ക് ഒക്കെ വിരിച്ച് വികസനമൊക്കെ വന്നു കഴിയുമ്പോൾ നല്ല റോഡായിട്ട് കിടന്നാൽ മതിയായിരുന്നു. ഇതിപ്പോൾ 11 കൊല്ലം കിടന്നു. ഇനി വരുന്ന റോഡ് എത്ര കൊല്ലം കിടക്കുമോ എന്തോ. കമ്പിപ്പാര കൊണ്ടുവന്ന് പൊളിച്ചിട്ട് പൊളിയാഞ്ഞിട്ട് ഇതേ പവർ ഡ്രില്ല് കൊണ്ടുവന്ന് പൊളിക്കുവാണേ. ഇതിപ്പോൾ ആദ്യത്തെ ദിവസത്തെ പൊളിക്കലിൻ്റെ ഭാഗമാണ്. ഇപ്പം ഇന്നത്തേക്ക് ഈ പണി തുടങ്ങിയിട്ട് 5 ദിവസമായി. എന്തുമാത്രം പൊളിച്ചിട്ടിട്ടുണ്ടെന്ന് ഇപ്പം കാണാം. ഈ പൊളിക്കുന്നതെല്ലാം കുറച്ചപ്പുറം കൊണ്ടുപോയിട്ട് അവിടെ ഒരു പറമ്പിൽ കൊണ്ടുപോയി അവിടെ അവരെ പറമ്പ് കാര്യം അത് ഡംപ് ചെയ്യാനൊരു സ്ഥലം വേണമല്ലോ. ഇവിടെ ആകെ 1-2 ആൾക്കാർക്ക് അധികം സ്ഥലമുള്ളൂ. അപ്പോൾ അവരുടെ പറമ്പിൽ കൊണ്ടുപോയി ഈ വേസ്റ്റ് മൊത്തം ഡംപ് ചെയ്യുവാണ്. കണ്ടോ, ഇത് എൻ്റെ വീടിൻ്റെ മതിലിൻ്റെ സൈഡാണ്. കാര്യം ഈ കോൺക്രീറ്റ് ഇട്ടതിന് ശേഷമാണ് ഞങ്ങളൊക്കെ മതിൽ കെട്ടിയേക്കുന്നത്. ഈ മതിലിൻ്റെ ചവിട്ടി കൊണ്ടുവന്ന് ഇത്രയും കട്ടിക്ക് ഈ കോൺക്രീറ്റ് പൊളിച്ച് കളയുമ്പോൾ ഇതൊക്കെ മതിലിന് ദോഷമാണ്. കാര്യം ഈ കോൺക്രീറ്റിൻ്റെ അടിയിലോട്ട് വലിയ ഫൗണ്ടേഷനൊന്നും ഇല്ല നമ്മൾ അതിർത്തി മതിലൊന്നും കെട്ടുമ്പോൾ. ഇത് കണ്ടോ എന്ത് രീതിയിലുള്ള കോൺക്രീറ്റ് ഈ പൊളിച്ച് കളയുന്നതെന്നറിയോ? 11 വർഷമായിട്ട് ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ കിടന്ന കോൺക്രീറ്റ് റോഡാണ്. നിസ്സാര ചിലവിലൊരു മെയിൻ്റനൻസ് ചെയ്യാവുന്ന റോഡാണ് ഈ കുത്തിപ്പൊട്ടിച്ച് അത് മൊത്തം വാരി മാറ്റിയേക്കുവാണിപ്പോൾ. ഇപ്പോൾ വീണ്ടും പഴയ മണ്ണ് റോഡായി. 5 ദിവസം കൊണ്ട് ഒരു ചെറിയ ഏരിയ മാത്രമേ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൂ. കാര്യം അത്രയും സ്ട്രോങ് ആയിട്ട് അത്രയും തിക്നെസ്സിൽ കിടക്കുന്ന കോൺക്രീറ്റാണേ. അവിടെ വന്ന പണിക്കാർ തന്നെ അവർ പറയുന്നുണ്ടായിരുന്നു ഇതിൻ്റെ ആവശ്യമുണ്ടോ, ഇത് എന്തിനാണ് ഇത് പൊളിക്കുന്നത്. പിന്നെ ഞങ്ങളോട് പൊളിക്കാൻ പറയുന്നു, ഞങ്ങൾ പൊളിക്കുന്നു. അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? ഇത് കണ്ട, ഇത് മൊത്തം പൊളിച്ച് മാറ്റി രണ്ട് ട്രിപ്പ് പൊളിച്ച് അത് വാരിക്കൊണ്ട് പോക്കൊക്കെ കഴിഞ്ഞിട്ട് 3ാമത്തെ ട്രിപ്പ് കുത്തിയിട്ടേക്കുന്നേ. അപ്പോൾ എത്ര തിക്നെസ് ഉണ്ടെന്ന് മനസ്സിലാക്കണം ആ കോൺക്രീറ്റിന്. ഇന്നേക്ക് 5 ദിവസമായി പണി തുടങ്ങിയിട്ട്. അപ്പോൾ ആ ഏരിയയിലെ മൊത്തം പൊട്ടിച്ച് വാരിക്കൊണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അടുത്തടുത്ത ഏരിയയിലേക്ക് പൊട്ടിച്ചുകൊണ്ടിരിക്കുക. ഇത് 1 മാസം പിടിക്കും ഈ പണി തീർന്ന് വരുമ്പോഴത്തേക്ക്. പൊടി എന്ന് പറഞ്ഞാൽ വല്ല രക്ഷയുണ്ടോ? നേരത്തെ ഈ കോൺക്രീറ്റ് റോഡുള്ള സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 3 കൊല്ലമൊക്കെ കൂടുമ്പോഴത്തേക്ക് ഈ സ്ലാബിൻ്റെ അടിയിലുള്ള കാണ ക്ലീൻ ചെയ്യും. മെമ്പർ കൃത്യമായിട്ട് അത് ക്ലീൻ ചെയ്യിപ്പിച്ചൊക്കെ തരാറുണ്ട്. പക്ഷേ ഇത് ക്ലീൻ ചെയ്യിപ്പിക്കാനായിട്ട് പഞ്ചായത്തിൽ നിന്ന് ഫണ്ട് ഉണ്ടാവും. ഈ സ്ലാബ് പൊക്കി കഴിഞ്ഞിട്ട് ആ സ്ലാബ് തിരിച്ചു വയ്ക്കുമല്ലോ. വെച്ച് കഴിഞ്ഞാൽ ആ സ്ലാബിൻ്റെ സൈഡ് അടച്ച് തരാൻ പറയുമ്പോഴത്തേക്ക് മെമ്പർ എപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കാണ കോരാൻ മാത്രമേ ഉള്ള ഫണ്ടേ പാസ്സായിട്ടുള്ളൂ, അതിൻ്റെ സൈഡ് അടയ്ക്കാനുള്ള ഫണ്ട് പാസ്സായിട്ടില്ല എന്ന് പറഞ്ഞ് സ്ലാബ് പിടിച്ച് വെച്ചിട്ട് പോവുകയാണ് സാധാരണ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വീടിൻ്റെ ഏരിയ ഞാൻ കുറച്ച് എംസാൻഡും സിമൻറ്റും മേടിച്ചിട്ട് ഞാൻ അടയ്ക്കും. അതുകൊണ്ട് ഞങ്ങളുടെ വീടിൻ്റെ ആ ഭാഗത്ത് സ്ലാബിനൊന്നും ഒരനക്കവും തട്ടിയിട്ടില്ലായിരുന്നു. എന്തായാലും ഈ റോഡ് പണിയൊക്കെ കഴിഞ്ഞ് 2-3 കൊല്ലം കഴിയുമ്പോൾ വീണ്ടും കാണാൻ വൃത്തിയാക്കണമല്ലോ. അപ്പോൾ ഈ സ്ലാബ് പൊക്കുമ്പോൾ സൈഡിലെ ഇൻ്റർലോക്ക് ബ്രിക്സൊക്കെ എത്ര നാൾ കിടക്കുന്നെന്നും
വലിയ വാഹനങ്ങളൊക്കെ കയറി പോകുമ്പോൾ ഇതിന് എത്ര ആയുസ് കിട്ടുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. ഇജാതി വികസനങ്ങളെയൊക്കെ ഇവിടെ സ്വാഗതം ചെയ്യാൻ ആൾക്കാരുള്ളപ്പോൾ എതിർക്കുന്നവൻ ഒറ്റപ്പെടും. അവർ മെമ്പറുടെ ധാർഷ്ട്യം കാണേണ്ടി വരും. അതുകൊണ്ടൊന്നും ആരും എതിർക്കാൻ തയ്യാറാവില്ല. എന്തായാലും ഈ സൈസ് വികസനമൊക്കെ നല്ലതിനായിരുന്നാൽ മതിയായിരുന്നു. അല്ല, ഈ റോഡ് ഇനി പണിയുന്ന റോഡ് പെട്ടെന്ന് നാശമാവുകയാണെങ്കിൽ ഞങ്ങൾക്ക് മാത്രമേ നഷ്ടമുള്ളൂ, മെമ്പർക്കൊരു നഷ്ടവും ഇല്ല.